ഹലോ ഗൈസ്, എല്ലാവർക്കും മൈസർ ബ്ലോഗ്സ് സ്വാഗതം. ഗൈസ്, അപ്പോൾ എൻ്റെ വീടുണ്ടോ ഗൈസ്? ഇതെൻ്റെ വീട്. ഓക്കെ, അപ്പോൾ ഇന്ന് സിക്കൽ ഓണപ്പരിപാടി കേട്ടോ ഗൈസ്. ഓണപ്പരിപാടി വെച്ചാൽ വേറെ ലെവൽ ഗെയിംസാണ്. പിന്നെ സദ്യ ഉണ്ട്, എല്ലാ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ സിക്കൽ എത്തിയെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു വെറൈറ്റി വ്ളോഗായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അവിടെ എത്തിരി കാണാം. ഇതിനെത്തിട്ടോ ഇവിടെ മൊത്തം ആദ്യം ഡെക്കറേഷൻ ചെയ്യാൻ പോകാം. പിന്നെ ഇവിടെ കുറച്ച് പൂക്കളുടെ പരിപാടിയൊക്കെ ഈ ഭാഗത്ത് തുടങ്ങും. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഈ സീലിംഗ് ഇല്ലേ, സീലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ മോസസ് സാറ് ഒരു സാധനം കാണിച്ചു തന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ തന്നെ വെച്ചിട്ടെല്ലാം സെറ്റാക്കണം കേട്ടോ. അതാ ഗൈസ് എൻ്റെ പണി. ഓക്കെ, അടിപൊളിയാണ് ഗൈസ്. ഫ്രണ്ട്സുകളും ഉണ്ട്, സിക്ക അടിച്ച് പൊളിക്കാം. മിസ്സുമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്, പൊളിയാണ്. അപ്പോൾ ഇതാ മാഡം ഉണ്ട്, മാഡം പിന്നെ നമ്മളെ മാഡത്തിൻ്റെ മക്കളും പിന്നെ നമ്മളെ ഷേതും ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പൂക്കൾ സെറ്റാക്കുന്നുണ്ട്, ഈ പൂക്കൾ ഇടാൻ വേണ്ടി. പിന്നെ ഗൈസ് നിങ്ങൾ ഇത് കണ്ടോ, എൻ്റെ പൊന്നോ സിക്കൊക്കെ വേറെ ലെവലായി. പിന്നെ ഗൈസ് ഞാനും സിയാദും കൂടിയും പൂക്കളിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ വിഷ്ണു സാർ ഉണ്ടായതുകൊണ്ട് ഒരു വട്ടം വരയ്ക്കാൻ പറ്റി. അപ്പോൾ ഏകദേശം നമ്മളൊരു വട്ടം എന്ന് വെച്ചാൽ നമ്മൾ പൂക്കൾ ഇടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഗൈസ് അല്ലേ. ഇതാണ് നമ്മൾ പൂക്കൾ സെറ്റാക്കിയത് കേട്ടോ. എൻ്റെ മുന്നേ വെറൈറ്റി ചെയ്യും കേട്ടോ പൂക്കൾ. റെഫറൻസ് നോക്കാൻ വേണ്ടി ഷേദിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ നോക്കി കുറച്ച് ഐഡിയാസൊക്കെ കിട്ടി. പിന്നെ നമ്മൾ പൂക്കൾ കുറച്ചും കൂടി ഓറഞ്ചൊക്കെ അടിച്ച് കയറ്റി ഫില്ലാക്കി. ഓക്കെ, അപ്പം കുറച്ച് പണി ഉണ്ടായിരുന്നു ഗൈസ്. ഈ സ്പീഡ് വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ അല്ല, പൂക്കൾ ഇടുമ്പോൾ കുറച്ച് നല്ല പണി ഉണ്ടായിരുന്നു. ഓക്കെ യെസ്, പിന്നെ എല്ലാവർക്കും നല്ല ഐഡിയാസൊക്കെ ഉണ്ടായതുകൊണ്ടേ എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാം സെറ്റായി വന്നു. പിന്നെ കുറച്ച് ഡിസൈനൊക്കെ സെറ്റാക്കി നമ്മൾ ഗൈസ്. ഇപ്പോൾ പൂക്കളൊക്കെ സെറ്റായിട്ടുണ്ട്, കുറച്ച് പണി കൂടെ ഉണ്ട് ഗൈസ്. വെറൈറ്റിയാണ്. നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ട് അവിടെ ഇട്ട് നിറച്ച് സെറ്റാക്കിയിരിക്കണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിക്കാനുള്ള സമയം ആയിരിക്കും കേട്ടോ. 1:30 കഴിഞ്ഞ് ഞാനും ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ വിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്ലാനൊന്നും ഇല്ല, ഞാൻ എങ്ങനെയാണ് വിരിക്കേണ്ടത് എന്നുള്ള പ്ലാനൊന്നുമില്ല. പിന്നെ നമ്മൾ വിരിച്ച് പോയി സെറ്റാക്കണം, ഓണല്ല അടിച്ച് പൊളിക്കണ്ടേ, അതിന് വേണ്ടി സദ്യക്ക് കഴിക്കണ്ടേ. അപ്പോൾ അതിനും സെറ്റാക്കി കേട്ടോ. ഇത് സെറ്റായി. പിന്നെ അതുപോലെ തന്നെ ആര്യഭവനിൽ ഞാനും ഫ്രണ്ട്സുകളൊക്കെ പോയി സാമ്പാർ ചോറ് എല്ലാം കൊണ്ടുവന്ന് പായസം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, വെറൈറ്റി പായസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് പിന്നെ പറക്കും തളിക്ക സിനിമ വെച്ച് നമ്മൾ സ്ക്രീനിൽ സിനിമ ഭക്ഷണം കഴിച്ചുകൊണ്ട് സിനിമ കാണാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ സിനിമ ഒഴിവാക്കി. ഇപ്പം ഗൈസ് നമ്മൾ ഇലകളൊക്കെ വെച്ച് സാധനം സെറ്റായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള രീതിയിൽ എല്ലാം ഫില്ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ നടക്കുകയും ചെയ്യാം, ആൾക്കാർക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മക്കളായിരിക്കുന്നത് കേട്ടോ. ഷേതും ഇരിക്കുന്നുണ്ട്, ഷേത് അവിടെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അച്ചാറൊക്കെ വേണം, അച്ചാറും കാര്യങ്ങളൊക്കെ വേണം സെറ്റാകണം. അച്ചാർ നല്ല ഒരു രക്ഷയില്ല, അച്ചാറൊക്കെ വേറെ ടൈപ്പ് അടിപൊളി സാധനം കേട്ടോ. പിന്നെ ആര്യഭവനിലത്തെ ചോറും എല്ലാ കാര്യവും അവിടുത്തെ ആയതുകൊണ്ട് നല്ല ഭക്ഷണം നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, വേറെ നിറച്ച് കഴിക്കാൻ പറ്റി ഗൈസ്. പിന്നെ ഗെയിംസൊക്കെ വേറെ ലെവലിൽ കേട്ടോ. ഓക്കെ, ഇതാ ഷേത് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് പിന്നെ സാർമാരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ അവിയൽ വന്നു. അവിയൽ, തോരൻ, കാളൻ, മുട്ട എന്നൊക്കെ പറയുന്ന പോലെ ഗൈസ്. ഇതിൻ്റെ സാറാട്ടോ, വിഷ്ണു സാറാണ് എൻ്റെ പിന്നെ ഡ്രോയിങ് സാറാട്ടോ സാറ്. പിന്നെ നമ്മളെ ഡ്രോയിങ് പഠിക്കുന്ന സാറാണ്. ഇത് ഷേതാണ്, ഇത് സാറല്ല, ഇത് നമ്മളെ ഷേതാണ് കേട്ടോ. ഓക്കെ, ഷേതാണ് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഷേതാണ്. ഓക്കെ, കട്ടക്ക് നിൽക്കാൻ പിന്നെ ഇത് നമ്മളെ ആര്യമ്പാട് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, നമ്മളെ നല്ല ശ്രദ്ധിക്കുന്ന ആര്യമ്പാടാണ്. പിന്നെ മോശം സാറ് എന്ത് ഹെൽപ്പുണ്ടെങ്കിൽ സാറ് അപ്പം ചെയ്തു തരും, നല്ല സാറാണ് ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ ഫ്രണ്ട് കേട്ടോ, യദു. ഓക്കെ, ഇപ്പോൾ പപ്പടമൊക്കെ ഇട്ടത് യദുവായിരുന്നു ഗൈസ്. പിന്നെ പുളിയച്ചാറ്, പിന്നെ ഇത് നമ്മളെ മാഡത്തിൻ്റെ മക്കളാണ്. പെൺകുട്ടി ഇവിടെ പഠിക്കുന്ന ഒരു അസ്മത്താത്തിൻ്റെ മോളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ അങ്ങനെ ഗൈസ് ഞാൻ അവസാനം ഇരിക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ഫ്രണ്ട്സുകളൊക്കെ നിർബന്ധിച്ചപ്പോൾ ഇരുന്നതിന്. ഓണം എന്ന് പറഞ്ഞാൽ ഗൈസ് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചാലേ ഓണം ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഗെയിംസ് വേണം, പാട്ട് വേണം, എല്ലാം സെറ്റാവണ്ടേ. അപ്പോൾ ഗൈസ് പിന്നെ അതിൻ്റെ ഇടയിൽ ഗെയിംസ് കളിച്ചിട്ടോ. സിർഫാനും അമലും എല്ലാവരും കൂടിയുള്ള ഒരു ഷൂട്ടിംഗ് ഗെയിം കളിച്ചു. എന്ന് വെച്ചാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം ഗെയിംസ്. പിന്നെ വേറൊരു ഗെയിംസാണ്. ഓക്കെ, നമ്മളെ ആര്യമ്മേടും പ്രഭു സാറും സിയാദൊക്കെ ഉള്ള എന്നുവെച്ചാൽ ബിസ്ക്കറ്റിന് സംഭവം. ബിസ്ക്കറ്റ് നെറ്റിൽ വെക്കും. നമ്മളെന്താ പറയുക, നമ്മളെ കൈ കൊണ്ടൊന്നും ഇവിടെ വെച്ചാൽ നമ്മൾ ബാലൻസ് ചെയ്ത് കറക്റ്റ് വായിലേക്ക് എത്തിക്കണം ഗൈസ്. വിഷ്ണു സാറിൻ്റെ പാളിപ്പോയിട്ട് ചെറുതായിട്ട്. പിന്നെ ഗൈസ് നമ്മളെ അമലുണ്ട് കേട്ടോ, അമലിൻ്റെയും പാളിപ്പോയി. പിന്നെ സിർഫാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഓൻ്റെതും പാളിപ്പോയി ഗൈസ്.
അവസാനം ഞാൻ ഇരിക്കാന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ ഇരിക്കാന്ന് വെച്ചപ്പോൾ അതും പോയി. പിന്നെ ഇത് വേറെ സംഭവം വെച്ചാൽ നമ്മൾ സെൽഫ് എടുക്കുമ്പോൾ നമ്മൾ സെൽഫിലേക്ക് നോക്കിയിട്ട് പെണ്ണിട്ടണം. പിന്നെ അടുത്ത വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിൽ ബലൂൺ വീർപ്പിക്കുക, ആ ഗ്ലാസ് അങ്ങനെ പിടിച്ച് വെച്ചിട്ട് നേരെ ഇവിടെ ഇട്ടാട്ടോ ഗായ്സ്. അങ്ങനെ നമ്മളെ എന്താ പറയുക ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഷേതെല്ലാം കൂടെ അവസാനം തോറ്റുപോയി. ഓക്കെ, ഏത് ജയിച്ചിട്ടോ. ഓണായതുകൊണ്ട് വല്ലാത്തൊരു എനർജി ആയിട്ട് എല്ലാവർക്കും. പിന്നെ കഴിച്ച് ഇത് കുട്ടിയുടെ സംഭവം അനിറോസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് സുന്ദരിക്ക് പൊട്ടുകൂടാൻ. ഓക്കെ, അതായത് കുട്ടികൾക്ക് നമ്മൾ ഇവിടെയാണ് കൊടുത്തത് വെച്ചാൽ കുട്ടികൾക്ക് ഓരോ രീതിയിൽ സെറ്റാക്കി. പിന്നെ അത് നമ്മൾ മാഡത്തിൻ്റെ മോനാണ് കേട്ടോ, മോനെ വെച്ചത് കണ്ണിലെ ഒട്ടിച്ചെടുത്ത കൈസ്. പിന്നെ നമ്മളെ സിർഫാന്. ഓക്കെ, നമ്മൾ പിന്നെ സുന്ദരിക്ക് പൊട്ടുകൊള്ളു വെച്ചാൽ നമ്മളും കളിക്കണ്ടേ. ഓക്കെ, സിർഫാനെ അന്ന് കറക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഷേതൊക്കെ കറക്കി എൻ്റെ പൊന്നോ ചെക്കന്. പിന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഒച്ചപാടൊക്കെ ഉണ്ടാക്കി. അത് ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, ചിലപ്പം ജയിച്ചാലും. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ ആദ്യം നോക്കി കണ്ണ് കെട്ടിയത് നേരാണെന്നുള്ളത്, എന്നിട്ട് മാത്രമേ ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇതായി പോലും. പക്ഷേ ഗൈസ് ഇത് കെട്ടിയ കാണൂല ഗൈസ്. എനിക്ക് അനുഭവം ഉണ്ട്, ഇത് കെട്ടിയ കാണൂല ഗൈസ്. അപ്പോൾ ഗൈസ് ഓക്കെ നമ്മളങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി. ചെക്കന് അവിടെ കുത്തുന്ന വെച്ചേ അവനവിടെ കുത്തിയില്ല. പിന്നെ നമ്മൾ എവിടെ കുത്തുന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രചിക്കുമ്പോൾ കറക്റ്റ് കണ്ണിൻ്റെ താഴെ കുത്തി. പിന്നെ അടുത്ത നമ്മൾ പ്രഭു സാറാട്ടോ. ഓക്കെ, അപ്പോൾ സാറിനെ നമ്മൾ പിടിച്ചിട്ട് കറക്കി. ഓക്കെ, പിന്നെ സാറിന് കറക്കി നേരെ പോട്ടെ അങ്ങോട്ട് പോട്ടായിട്ട് സാറിന് അവസാനം സാറ് വരുന്നുണ്ട് ഗൈസ്. സാറ് വരുന്നത് നോക്കട്ടോ. സാറ് ഗൈസ് മറ്റേ ഭാഗത്ത് സാറ് വരുന്നത് നേരെ ജനലിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത്. നമ്മളൊക്കെ ചിരിച്ച് മരിച്ചുപോയി. ഇത് ഈ കളി വല്ലാത്ത രസം, നല്ല രസമായിട്ടോ കളി ഗൈസ്. ഓണത്തിന് കളിക്കാൻ പറ്റിയ കളിയാണിത്. ഓക്കെ, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, സാറിന് ഏകദേശം മനസ്സിലായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. ആ സമയത്ത് നമ്മൾ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. പക്ഷേ കയ്യിൽ നിന്നും പോയി, എന്നുവെച്ചാൽ അതും പോയി. പിന്നെ ഗൈസ് സാറ് കറക്റ്റ് സാറ് കുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷെ സാറിന് പറ്റിയിട്ടില്ല. സാറ് കുത്തുന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷെ സാറ് കുത്തിയത് ഗൈസ് കുറച്ച് ഇപ്പുറത്തേക്ക് പോയിട്ടോ. കറക്റ്റ് അവിടെ തന്നെ കുത്തി. അപ്പം അതും മാറിപ്പോയി ഗൈസ്. ഓക്കെ, ആകുമ്പം വിഷ്ണു സാറാണ്. വിഷ്ണു സാർ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചിരിച്ചിരിക്കുക. വിഷ്ണു സാറിനും വിളിച്ച് നമ്മൾ കണ്ണട്ടി. ഓക്കെ, അപ്പോൾ ഗൈസ് സാറിനൊക്കെ മോസിൻ സാറ് കറക്കി പിന്നെ വിഷ്ണു സാറ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഫോട്ടോ വെച്ച് കൊടുത്താട്ടോ. പിന്നെ വേറെ ഫോട്ടോ ഉണ്ട്, വേറെ ഫോട്ടോ വെച്ചിക്കണ് സാറവിടെ കുത്താന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ ഫോട്ടോ വെച്ചിക്കണ്. അപ്പോൾ സാറിന് ഏകദേശം കറക്റ്റ് മനസ്സിലായിക്കണ്. പിന്നെ സാറ് കുത്തിയത് മാറിപ്പോയി. പിന്നെ ഗൈസ് നമ്മളെ മോസിൻ സാറുണ്ടായിരുന്നു. അപ്പോൾ മോസിൻ സാറിനും കൂടിയും ഗൈസ് സെറ്റാക്കാന്ന് വെച്ചാൽ മോസിൻ സാറിന് എൻ്റെ പൊന്നോ ഗൈസ് സാറ് എല്ലാം കൂടി കള്ളക്കളി കളിച്ചാന്ന് തോന്നുന്നുണ്ട്. സാറ് കണ്ണൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഗൈസ്. ആ സമയത്ത് കണ്ണൊക്കെ തുറന്ന് നോക്കി സാറ് കറക്റ്റ്. സാറിന് എന്താ പറയുക, സാറൊന്ന് കണ്ണുറന്ന് നോക്കി ഇടാന്ന് വെച്ചാൽ. പക്ഷേ ഗൈസ് ഇത് കറക്റ്റ് സാറ് വെച്ചിട്ടോ, സാറ് ജയിച്ചെന്ന് പറയാം. പക്ഷേ ഇത് സാറ് കാണുന്നുണ്ടോയെന്ന് പോലും നമുക്ക് കാണുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. എന്ന് വെച്ചാൽ സാറ് കറക്റ്റ് വെച്ചത് മോസിൻ സാറ്, വേറെ ആരും വെച്ചിട്ടില്ല. സാറാ കറക്റ്റ് വെച്ചത്, സാറ് കറക്റ്റ് വെച്ച്. നമ്മളിത് കളി. പിന്നെ ഗൈസ് യദുവിനെ നമ്മൾ തുണിയൊക്കെ കെട്ടിട്ട് അല്ലേ ഇത് ഇങ്ങനെയാണ് കണ്ണ് കാണുമ്പോൾ ഇല്ല ഇത് കെട്ടിയാൽ. പിന്നെ ഫ്രണ്ട്സോട് സാറന്മാരെല്ലാവരും ഉണ്ടായോണ്ടേ നല്ല വൈബ് കേട്ടോ. ഓണം വെറൈറ്റി ആയിരുന്നു. അതായത് സിക്കയിൽ നമ്മൾ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഗൈസ്. അത് നമ്മളെ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സദ്യക്കുള്ളതൊക്കെ നമ്മൾ ഓർക്ക് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി അവിടെ മൊത്തം ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഗെയിംസൊക്കെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് യദുവിൻ്റെതും വളി പോയി. പിന്നെ നമ്മളെ റസലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ റസലിനെ സാറ് കറക്കി പുറത്തേക്ക് കൊണ്ടുപോയി. ഓൻ പുറത്തേക്ക് പോകുന്നിട്ട് പിന്നെ ഇവനെ അങ്ങോട്ടും കൊണ്ട് പോകട്ടെ ഗൈസ്. നമ്മൾ ഒച്ചപ്പാടുണ്ട്, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ, റൈറ്റ് ലെഫ്റ്റ് എല്ലാവരും നമ്മൾ അങ്ങനെ അതാ പറഞ്ഞു കേട്ടോ ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല, കളി അങ്ങനെ ആണല്ലോ. എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് എന്താ മേലെ കൈ വെച്ചാൽ കഴിഞ്ഞാൽ അത് പോയല്ലോ. എന്നുവെച്ചാൽ ഇവരും മനസ്സിലാക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഷേത് ഞാനൊക്കെ ഒച്ചമുളി ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി കോളാക്കി കൊടുത്ത് ഗൈസ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഇവന് കുത്തൂല എന്നുള്ള കൺഫ്യൂഷനായി പോയി നമുക്ക്. പിന്നെ അവസാനം അവൻ കുത്തി, അതിൻ്റെ മേലെ തന്നെ കുത്തി. പിന്നെ ഗൈസ് ഞാനാ കളിച്ചത്. പക്ഷെ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ അണി റോസിനൊക്കെ കൊണ്ടുവച്ച് ഇത് ആരടാന്ന് ചോദിക്കാൻ. അവസാനം ഞാൻ ജയിക്കൂല എന്നുള്ള ഇതിലായിപ്പോയി ഞാൻ കേട്ടോ.
ഗൈസ് പിന്നെ നടന്നത് ഞാൻ ജയിച്ചില്ല. സിക്കിൽ ചേർന്നിട്ട് നമ്മളെ ആദ്യത്തെ സെലിബ്രേഷൻ ആയിരുന്നു. സിക്കിൽ നമ്മൾ ഗൈസ് ഓണം നമ്മൾ തൂക്കുന്നതാണ് ഗൈസ്, അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ ഈ ക്രിസ്മസിന് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഗൈസ്, ഉറപ്പാണ്.